എല്ലാ കൂട്ടുകാർക്കും മല്ലു ഫ്രീലാൻസറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബിൽ എങ്ങനെ നമ്മുടെ വീഡിയോസ് റാങ്ക് ചെയ്യണം, അല്ലെങ്കിൽ റാങ്ക് ചെയ്യാൻ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ടൂളിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വീഡിയോസ് നമുക്കറിയാം, പല ആളുകളും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ചിലപ്പോൾ വീഡിയോസ് വ്യൂ കിട്ടുന്നില്ല, ഒരുപാട് വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളോട് കാണാൻ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ചാനലിനൊരു വളർച്ച ഉണ്ടാവുന്നില്ല, ചാനലിൻ്റെ വീഡിയോ ഒന്നും റാങ്കിങ്ങിൽ വരുന്നില്ല, ട്രെൻഡിങ്ങിൽ വരുന്നില്ല. അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് കാരണം പല ആളുകളും യൂട്യൂബ് ചാനൽ എന്നൊരു മോഹം അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം ഉപേക്ഷിച്ച് പോകാറുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡൗൺ ആയി നിൽക്കുന്ന ചാനലുകൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. യൂട്യൂബിൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കണ്ടന്റ് നമ്മൾ സെർച്ച് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് ജസ്റ്റ് സെർച്ച് ചെയ്തു. ഞാൻ ബിരിയാണി കേരള സ്റ്റൈലിൽ സെർച്ച് ചെയ്തു. അത് സെർച്ച് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിൽ ആദ്യത്തെ ഒരു 10-20 അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എനിക്ക് വേണ്ട വീഡിയോ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ താഴത്തേക്ക് പോകുന്ന ആളുകൾ കുറവായിരിക്കും. ഒരു 70% ആളുകൾ എന്ത് ചെയ്യും, ഒരു ആദ്യം വരുന്ന ഒരു 10 20 മാക്സ്, ചില ആളുകളൊക്കെ 2-3 തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഏതാണോ നമുക്ക് കാണേണ്ട വീഡിയോ എന്നുള്ളത്. അപ്പോൾ ബിരിയാണി കേരള സ്റ്റൈലിൽ നിന്ന് ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ 2-3 വീഡിയോൻ്റെ വ്യൂസ് തന്നെ നോക്കി നോക്കുക. 2.5, 1 മില്യൺ, 1.9 മില്യൺ, 68K, അത്തരത്തിലുള്ള നല്ല വ്യൂസ് ഉള്ള വീഡിയോസ് അതാണ് ഇവിടെ ടോപ്പിൽ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഈ റിസൾട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞാലോ, ഒരു ഏകദേശം ഒട്ടുമിക്ക ആളുകളും ആദ്യത്തെ ഒരു 4-5 ആ ഒരു റിസൾട്ട് എടുത്തിട്ട് തന്നെ പോകും. പിന്നെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് താഴെ പോയിട്ട് തമ്പനയിലിൻ്റെ ഭംഗിയും അതുപോലെ ടൈറ്റിലൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ വീട്ടിൽ ഏതാണ് ചെയ്യാൻ പറ്റുന്നത് അത് നോക്കിയിട്ട് ആളുകൾ വീഡിയോ ചൂസ് ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടിൽ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ കാണാൻ തുടങ്ങി. ഇനി യൂട്യൂബിലെ യൂസേഴ്സ് 85% ബാക്ക് പോകാറില്ല, അതായത് ഈ ബാക്ക് ബട്ടൺ അടിക്കാറില്ല. അവരെന്താ ചെയ്യാറുള്ളൂ, വീഡിയോ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കണ്ണ് നേരെ പോകുന്നത് സജസ്റ്റഡ് സെക്ഷനിലേക്കാണ്. സജഷൻ സെക്ഷനിൽ ഏതൊക്കെ വീഡിയോ ആണ് വന്നിട്ടുള്ളത് ആ ഏരിയയിലേക്കാണ് പിന്നെ അവർ നോക്കാൻ പോകുന്നത്. ഇത് യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്, യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ തന്നെ പറയുന്നുണ്ട് 15%, 85% ഒഴികെയുള്ള ബാക്കി 15% ആളുകൾ മാത്രമേ ബാക്ക് അടിച്ചിട്ട് മറ്റൊരു വീഡിയോയ്ക്ക് പോകാറുള്ളൂ. ബാക്കിയുള്ള ആളുകളെല്ലാം എന്ത് ചെയ്യുന്നത്, ഒരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിന് മുമ്പോ അതിൻ്റെ സജഷൻ ലിസ്റ്റിലുള്ള വീഡിയോസാണ് നോക്കാറ്. സജഷൻ ലിസ്റ്റിൽ ഈ വീഡിയോ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോനെ കുറിച്ചിട്ട്, അതായത് ഈ വീഡിയോ ഇപ്പോൾ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് ആ വീഡിയോയെ കുറിച്ച് പഠിച്ച് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടാഗുകളും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും തമ്പനയിലും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഈ വീഡിയോയുടെ സജഷൻ ലിസ്റ്റിൽ വരാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി, ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ആദ്യം നോക്കാം. എന്തിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇപ്പോൾ നിങ്ങളൊരു എഗ്ഗ് കറിയാണ് ചെയ്യാൻ പോകുന്നത് വിചാരിക്കാം. ജസ്റ്റ് എഗ്ഗ് കറി എന്ന രീതിയിൽ ഇപ്പോൾ നല്ല റീച്ച് എത്തിയിട്ടുള്ള വീഡിയോ ഏതാണോ ആ വീഡിയോ ഒന്ന് എടുത്തിട്ട് അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം. ഇതിൻ്റെ ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ വീഡിയോയുടെ ഓപ്പണായി കടന്നോട്ടെ. നമുക്ക് ടൂളിലേക്ക് പോകാം. ഇതാണ് YT SEO എന്ന് പറയുന്ന, ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ ആ ടൂള്, YT SEO Tools, YTSEOtools.com. ഇതൊരു വെബ് ആപ്പാണ്, വെബ്സൈറ്റുമാണ്, അത് വെബ് ആപ്പും കൂടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വീഡിയോൻ്റെ ടൈറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവർ കൊടുത്ത ടാഗുകൾ എന്താണ്, അതുപോലെ ആ ചാനലിൻ്റെ ചാനൽ ആർട്ട്, തമ്പനെയിൽ, അതുപോലെ വീഡിയോസിൻ്റെ തമ്പനെയിൽസ്, അങ്ങനെ എല്ലാതും നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു വെബ്സൈറ്റാണ് YT SEO Tools എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോൻ്റെ നെയിം, ഒരു വീഡിയോൻ്റെ ടൈറ്റിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള ടാഗുകൾ ഏതാണോ അത് അവർ കാണിച്ചു തരും നമുക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ വീഡിയോൻ്റെ URL നേരെ കോപ്പി ചെയ്യാം. വീഡിയോയുടെ URL അത് നമുക്ക് മൊബൈലിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ചെയ്യാൻ പറ്റും. അത് കോപ്പി ചെയ്തിട്ട് അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടാഗുകൾ എന്താണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ URL ഇവിടെ പേസ്റ്റ് ചെയ്താൽ മാത്രം മതി നമ്മൾ. എന്നിട്ട് വ്യൂ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ താഴെയായിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ള ടാഗുകൾ എന്താണെന്ന് ഇവിടെ അങ്ങനെ കാണിച്ചു തരും. ഉണ്ടോ, ഒരുപാട് എഗ്ഗ് ഗ്രേവി ആൻഡ് കറി, സിമ്പിൾ എഗ്ഗ് കറി റെസിപ്പി, ഹൗ ടു മേക്ക് എഗ്ഗ് മസാല, ഹൗ ടു മേക്ക് എഗ്ഗ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കീവേഡ് അവർ യൂസ് ചെയ്തത് കൊണ്ടാണ് അവർ അവിടെ നമ്പർ 1 റാങ്കിങ്ങിൽ എഗ്ഗ് കറി എന്ന് അടിച്ചപ്പോഴേക്കിന് യൂട്യൂബിൽ വരാൻ കാരണം. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്താൽ മതി, ഇതങ്ങ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ വീഡിയോസിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആ വീഡിയോൻ്റെ സജഷനിൽ വരാനുള്ള ചാൻസ് കൂടും. പക്ഷേ ഇത് കറക്റ്റ് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് വന്നോണമെന്നൊന്നുമില്ല, കാരണം ഇത് കുറച്ച് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഞാനിത് പറഞ്ഞത് കേട്ട ഉടനെ തന്നെ ചിലപ്പോൾ പല ആളുകളും എഗ് കറി ഉണ്ടാക്കിയിട്ട് എഗ്ഗിൻ്റെ വീഡിയോ ഉണ്ടാക്കിയിട്ട് സാധനം അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാതൊന്നും അങ്ങനെ വരില്ല. ഇനി അവിടെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ കീവേഡ് കീവേഡിൻ്റെ
സെക്ഷൻ ഓക്കെ. ഇനി അടുത്തത് ഡിസ്ക്രിപ്ഷൻ നോക്കണം. ചാനലിൻ്റെ കീവേഡ് എന്താ കൊടുത്തിട്ടുള്ളത്, അതുപോലെ ചാനലിൻ്റെ ഈ ഒരു സെക്ഷനിലുള്ള ചാനലാണോ കുക്കിംഗ് ചാനലാണോ അതൊക്കെ റിലേറ്റഡ് ചെയ്തിട്ടായിരിക്കും ഇനി നിങ്ങളുടെ വീഡിയോ അതിൻ്റെ ഇടയിൽ വരാൻ പോകുന്നത്. ഈ ടാഗ് നേരെ കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് വീഡിയോ വ്യൂ വന്നോണമെന്നില്ല കേട്ടോ. എല്ലാ സെക്ഷനും റെഡി ആയിരിക്കണം. ടാഗ് മാത്രമല്ല, ഡിസ്ക്രിപ്ഷൻ, ചാനലിൻ്റെ ഫുൾ സെറ്റിങ്സ്. ഒരു ചാനൽ വെറുതെ തുടങ്ങിയിട്ട് കാര്യമില്ല, ആ ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും ഫുൾ സെറ്റ് ആയിരിക്കണം. അതായത് കറക്റ്റ് നിങ്ങളുടെ ചാനൽ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തിരിക്കണം. അതായത് എബൌട്ട് സെക്ഷൻ കറക്റ്റ് ആയിരിക്കണം, ഡിസ്ക്രിപ്ഷൻ എല്ലാ വീഡിയോക്കും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തംബ്നെയിൽ, പിന്നെ ചാനലിൻ്റെ ടാഗ്, ഓരോ വീഡിയോയുടെ ടാഗ്, അതെല്ലാം നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ടാഗ് യൂസ് ചെയ്തിട്ട് ഒരു എഗ് കറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അല്ലെങ്കിൽ അതിൻ്റെ താഴെ കാണുന്ന മറ്റ് നല്ല മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോകളുടെ സജഷനിൽ പോയി കിടക്കാൻ ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കണ്ടന്റുകൾ ഈ YT SEO ടൂൾസിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ അതിൻ്റെ തംബ്നെയിൽ നമുക്ക് എടുക്കണമെങ്കിൽ തംബ്നെയിൽ എടുക്കാം. ചാനൽ കീവേഡ്, ഈ ഒരു ചാനലിൻ്റെ മുഴുവൻ കീവേഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ URL കൊടുത്താൽ മതി. ആ URL കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചാനലിൽ യൂസ് ചെയ്തിട്ടുള്ള കീവേഡുകൾ എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് അവർ ചാനലിൽ യൂസ് ചെയ്തിട്ടുള്ളത്, ചാനലിൻ്റെ കീവേഡായിട്ട് എന്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ടൈറ്റിൽ ജനറേറ്റർ, നമുക്ക് നല്ലൊരു ടൈറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, വീഡിയോയ്ക്ക് നല്ലൊരു ടൈറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ ജനറേറ്റർ നന്നായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ്, ഇപ്പോൾ കേരള ട്രാവൽ മൂന്നാർക്കൊരു യാത്ര ചെയ്തു, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ടാഗ് ജസ്റ്റ് കൊടുക്കുക. ജനറേറ്റ് വീഡിയോ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാറും കേരളം അതുപോലെ വ്ളോഗും അല്ലെങ്കിൽ യാത്ര, ഇത് മൂന്നും കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ടൈറ്റിൽ നമുക്കിവിടെ കാണിച്ചു തരും. മൂന്നാർ, കേരള, വാട്ടർഫാൾസ്, ടീ ഗാർഡൻ, ഡാം, ഫോഗ്, സ്പൈസ് ഗാർഡൻ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ ആണ് ഇവിടെ നമ്പർ 1 കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ടൈറ്റിൽ വെച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ ആണ് നമ്പർ 1 കിടക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് മൂന്നാർ, കേരള, ഡാം, വാട്ടർഫാൾ, ഫോഗ്, സ്പൈസ് ഗാർഡൻ, ടീ ഗാർഡൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റാങ്കിങ്ങിൽ വരാൻ ചാൻസ് ഉണ്ട്. ആ വീഡിയോയുടെ സജഷനിൽ വരാൻ ചാൻസ് ഉണ്ട്. ക്രാഫ്റ്റ് മേക്കിംഗ് ആണ് വിചാരിക്കുക, ക്രാഫ്റ്റ് മലയാളം ക്ലാസ് ജസ്റ്റ് കൊടുത്തു. അപ്പോൾ ആ ഒരു ടൈറ്റിൽ റാങ്ക് ചെയ്തിട്ടുള്ള ടൈറ്റിൽ ഏതാണോ അത് ഏത് വീഡിയോയുടെ ടൈറ്റിലാണോ ഈ പറഞ്ഞ കാറ്റഗറിയിൽ റാങ്ക് ചെയ്തിട്ട് നിൽക്കുന്നത് അത് നമുക്കിവിടെ കാണിച്ചു തരും. ബോട്ടിൽ പെയിൻറ്റിങ് ക്ലാസ് 9 ബോട്ടിൽ പെയിൻറ്റിങ് ഐഡിയ ഈസി ക്രാഫ്റ്റ് മലയാളം. ഈ വീഡിയോ വളരെ ലെങ്ത് ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് YT SEO ടൂൾസിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ടുള്ള ഒരു സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിരിക്കുക, വീട്ടിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിനായിട്ട് നമ്മുടെ മറ്റ് വീഡിയോസും ഫൈവർ അതുപോലുള്ള ഫ്രീലാൻസിങ് ജോബുകളെ കുറിച്ചുള്ള വീഡിയോസും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്പുകൾക്കായിട്ട് കാത്തിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് മല്ലു ഫ്രീലാൻസർ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ.